ജിസേലിനെ ഒന്ന് വെറുതെ വിടൂ അനുമോളേ എന്ന് നമ്മുടെ നെവിൻ അനുമോളെ ഉപദേശിക്കുകയാണ്. ഹല്ലേ, അതെവിടുത്തെ ന്യായം? ജിസേൽ ഗെയിം കളിക്കാൻ വന്നു, അതുപോലെ തന്നെ അനുമോള് ഗെയിം കളിക്കാൻ വന്നു. അനുമോളിന്റെ സ്ട്രാറ്റജി, അനുമോളിന്റെ ഗെയിം, അനുമോള് കളിച്ചോട്ടെ. ജിസേലിനെ ടാർഗറ്റ് ചെയ്യുകയോ? അപ്പൊ പിന്നെ ഈ അനീഷിനെ വെറുതെ വിടാൻ യുവമാരുടെ അടുത്തൊക്കെ ആരൊക്കെ പറയണം? അനീഷിനെ ആരൊക്കെയോ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാം. ആ പൊളിറ്റിക്സ് പോലെ തന്നെയല്ലേ ഈ പറഞ്ഞ ജിസേലിന്റെ അടുത്ത് അനുമോള് മിണ്ടുന്നതും. അനുമോള് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്യട്ടെ, അതും ഗെയിമാണ്, ഗെയിം സ്പിരിറ്റ് കാണണ്ടേ. ഇനി എണ്ണി എണ്ണി അനുമോള് ജിസേലിനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇനി ജിസേല് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും അവിടെ പറയുന്നുണ്ട്. സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ തങ്ങൾക്കിടയിൽ എന്നും അനുമോള് പറയുന്നുണ്ട്. സംഭവം ആദ്യം തൊട്ട് തന്നെ കറക്റ്റായിട്ട് പറയാം. അതായത് ജിസേലും അനുമോളും വന്ന സമയം തൊട്ടേ അടിയാണ്. അതിന് തക്കതായ റീസൺസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ജിസേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും എല്ലാം കുറച്ചൊരു സ്പെഷ്യൽ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ലാലേട്ടൻ കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിൽ വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ആർക്കും ജിസേലിനും ഒരു പ്രത്യേകതയും ഇല്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ വന്നപ്പോൾ ഒരു പണിഷ്മെന്റ് ആയിട്ട് ജിസേലിന്റെ കംപ്ലീറ്റ് പെട്ടിയും പറഞ്ഞയച്ചു. അത് തമാശയല്ല എന്നുള്ളത് ഈ ഒരാഴ്ച നമുക്ക് മനസ്സിലായി. കാരണം ആ ഒരു ബാഡ്ജ്, ആ ഒരു സ്റ്റാർ ബാഡ്ജ് കിട്ടുന്ന അവസരത്തിൽ, അതായത് ഗെയിം കളിച്ച് ജിസേൽ അത് നേടിയെടുത്ത അവസരത്തിൽ പോലും ജിസേലിന്റെ സാധനങ്ങളെല്ലാം പെട്ടിയെല്ലാം തിരിച്ചയച്ചല്ലോ. അപ്പോൾ ആ ബാഡ്ജ് വേറൊരാൾക്ക് കൊടുക്കൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. സോ ജിസേലിന് നല്ലൊരു പണി അവിടെ ബിഗ് ബോസ് തന്നെ കൊടുക്കുന്നുണ്ട്. ജിസേൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ബിഗ് ബോസ് തന്നെ ഈ ഒരു വലിയൊരു സീസൺ 7 ഇത് നിർത്തിവെക്കാൻ കാരണമാകുന്നത് ജിസേൽ ആണ് എന്ന അവസ്ഥയിൽ പോലും, എന്ന രീതിയിൽ പോലും അവിടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ജിസേലിന്റെ സ്ട്രാറ്റജി ആവുന്നത്? അത് ബിഗ് ബോസിനെ കബളിപ്പിച്ച്, ബിഗ് ബോസ് കാണാതെ, ബിഗ് ബോസ് അറിയാതെ കട്ടെടുത്ത് സൂക്ഷിക്കുക എന്നത് ജിസേലിന്റെ സ്ട്രാറ്റജിയാണെന്ന് ഈ കാണുന്ന പ്രേക്ഷകർ പറയല്ലേ. അങ്ങനെയുള്ള കമന്റ്സുകൾ കണ്ടതുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. അത് ജിസേലിന്റെ സ്ട്രാറ്റജി അല്ല. ബിഗ് ബോസ് റൂൾ അനുസരിക്കണം. റൂൾ അനുസരിക്കാതെ ഓക്കെ ഇത് ജിസേലിന്റെ സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ പറഞ്ഞ ആൾക്കാരോട് ഞാൻ ചോദിച്ചോട്ടെ, ജിസേലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി വന്നു, എടുത്തിട്ട് അടിച്ചു, അവരെ ഔട്ടാക്കണമല്ലോ. അതൊരു റൂൾ ബ്രേക്കിംഗ് അല്ലേ? അതേപോലത്തുള്ള റൂൾ ബ്രേക്കിംഗ് തന്നെയല്ലേ ജിസേൽ ചെയ്യുന്നത്? ആ ജിസേലിനെയാണ് നമ്മുടെ അനുമോൾ ടാർഗറ്റ് ചെയ്ത് അനുമോൾ ചോദ്യം ചെയ്യുന്നത്. അനുമോൾക്ക് അവിടെ ഒരു കോണ്ടന്റ് കിട്ടുന്നത്. പിന്നെ കഴിഞ്ഞ ആ ഒരു 2-3 ദിവസത്തിന് മുന്നേ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു മോർണിംഗ് ടാസ്ക് നടത്തുകയും ആ ഒരു ടാസ്കിനകത്ത് സേഫ് ഗെയിമേഴ്സിനെ മത്സരാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതലും സേഫ് ഗെയിമർ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയത് അനുമോളെയാണ്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് കുറച്ചും കൂടി ഒന്ന് എന്നെ എല്ലാവരും സേഫ് ഗെയിമർ ആയിട്ടാണ് കാണുന്നത് എന്ന ഒരു തോന്നൽ അനുമോളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോകുന്നത് അനുമോളാണെന്ന് അനുമോൾക്ക് അറിയാം. അനുമോൾ തന്നെ പറയുന്നുണ്ട്, പുറത്ത് എല്ലാവരും ഞാൻ കരയും എന്ന് എല്ലാവരും പറയുമായിരിക്കും. ബിഗ് ബോസ് ഹൗസിന് അകത്തേക്ക് വരുന്നതിന് മുമ്പേ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കരയരുത് എന്ന്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഇവർ വരുന്നത്. ഇല്ല, ഞാൻ കരയത്തില്ല എന്ന് പറഞ്ഞിട്ട് വന്ന അനുമോൾക്ക് അവിടെ എന്തും കരയാനേ നേരമുള്ളൂ. അപ്പോൾ അനുമോൾ സെൽഫായിട്ട് തന്നെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന, പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ജിസേലിനെ ടാർഗറ്റ് ചെയ്തത് സേഫ് ഗെയിം അല്ല. ജിസേലിനെ അനുമോൾ ടാർഗറ്റ് ചെയ്തത് ഒരു വെൽ പ്ലാനിങ് തന്നെയാണ്. ഇനി ടാർഗറ്റ് ചെയ്യാൻ വീണ് കിട്ടിയ അവസരങ്ങളാണ് അനുമോൾക്ക് കിട്ടിയത്. അത് തുടക്കം തൊട്ടുള്ളത് പറയാം. മൈക്ക് ഒളിപ്പിച്ചു, ജിസേലിന്റെ മൈക്ക് അനുമോൾ ഒളിപ്പിച്ചു എന്ന് ജിസേൽ പ്രശ്നമുണ്ടാക്കിയ ഒരു സീൻ ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു ഒന്നാമത്തെ പ്രശ്നമെന്ന് അനുമോൾ എണ്ണി പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ആ ഇന്നർ വെയറിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. ജിസേല് നനഞ്ഞ ഒരു ഇന്നർ വെയർ എടുത്ത് തത്തമ്മയുടെ മുകളിൽ ഉണക്കാനിട്ടിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുമോളാണ് തന്നെ നാണം കെടുത്തിയത് എന്ന് ജിസേല് പറഞ്ഞ വിഷയം. അത് ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലായി മാറുന്ന സമയത്ത് ഇവരൊക്കെ വളരെയധികം പരിചയപ്പെട്ടൊന്ന് ഫ്രണ്ട്ലി ആകുന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ആര്യന്റെ ഭാഗത്തും കുഴപ്പമുണ്ട്. ആര്യനായിരുന്നു അതൊക്കെ എടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ചത് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയി കളഞ്ഞത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ വിഷയം, നമ്മളത് വളരെയധികം ലൈവിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കണ്ട ഒരു സംഭവമാണ്. ജിസേല് ചായ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജിസേലിന് സ്പെഷ്യൽ ചായ വേണം, അനുമോളുടെ ചായ പറ്റത്തില്ല. അങ്ങനെ ജിസേല് ചായയാണ് കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ ജിസേല് ചായ ഇട്ടോട്ടെ, കുഴപ്പമില്ല. അനുമോൾ ചോദ്യം ചെയ്തത് ഈ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട്
എന്നിട്ട് പാത്രം എടുത്ത് വെള്ളം ഒഴിക്കാൻ പോകുന്ന ഒരു രീതിയാണ് അനുമോൾ അവിടെ ചോദ്യം ചെയ്തത്. അത്രയും നേരം ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ഗ്യാസ് ഓഫ് ചെയ്യ് എന്നുള്ള രീതിയിലാണ് അനുമോൾ സംസാരിച്ചത്. പക്ഷെ അത് ജിസേലിന്, അത് പിന്നീട് അങ്ങോട്ട് ജിസേൽ അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല, തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ മേക്കപ്പിന്റെ വിഷയം വന്നപ്പോഴാണ് ജിസേൽ തിരിച്ച് വലിയ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ്, അതായത് ബിഗ് ബോസ് പോലും വിളിച്ചു പറഞ്ഞു ഈ സീസൺ ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തുകയാണ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അപ്പോഴാണ് അനുമോള് ഒരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ഇറങ്ങിപ്പോയത്. എന്ത്, ജിസേലിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, പെട്ടിക്കകത്ത് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്, ആര്യന്റെ സാധനങ്ങൾ ജിസേൽ എടുത്ത് ഉപയോഗിച്ചത്, അത് ജിസേൽ വീണ്ടും എല്ലാവരെയും കൂടെ കൂട്ടി ആര്യന്റെ അടുത്ത് വന്നിട്ട് ഇത് ആര്യൻ്റെതല്ലേ, ജിസേൽ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ജിസേലും ഈ പറയുന്ന രീതിയിൽ മിണ്ടാതിരിക്കുകയല്ല ചെയ്യുന്നത്, നല്ല രീതിയിൽ അനുമോളെ ചീത്ത വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ അങ്ങേയറ്റം മോശമായിട്ടുള്ള വാക്കുകൾ, അതായത് സൈക്കോ, അതും അതിൻ്റെ മുമ്പിൽ നമ്മൾ എഫ് വെച്ച് ഇംഗ്ലീഷുകാർ പറയുന്ന കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ചീത്തയുണ്ട്. ആ ചീത്തയൊക്കെ നമ്മുടെ അനുമോളെ ജിസേലും വിളിച്ചിട്ടുണ്ട്. മാക്സിമം ജിസേലും നന്നായിട്ട് തന്നെ അപ്പോൾ തന്നെ അനുമോൾക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് നോർമലി അവിടെ നടക്കുന്ന ഒരു നോർമൽ ഫൈറ്റാണ്. അനീഷും അപ്പാനിയും തമ്മിൽ നടക്കുന്ന ഫൈറ്റിന് ഇവിടെ ആർക്കും പ്രശ്നമില്ലല്ലോ, അത് ഹീറോയിസം ആണെങ്കിൽ അനുമോളും ജിസേലും തമ്മിൽ നടക്കുന്ന ഫൈറ്റിന് ഇവിടെ ആർക്കാണ് പ്രശ്നം? എല്ലാ സീസണിലും ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് എല്ലാവരും കയറി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പുറത്തൊരു വലിയ സൈബർ ബുള്ളിയിങ് നടക്കും. അത്തരത്തിൽ ദയവ് ചെയ്തിട്ട് അനുമോളുടെ നേരെ നിൽക്കരുത്, അതും ജിസേലിൻ്റെ പേരിൽ. ഇത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിട്ട് ഞാൻ പറയുകയാണ്. എല്ലാ സീസണിലും കാണും ഒരു ബിഗ് ബോസിനകത്തു നിന്ന് അങ്ങേയറ്റം ഭയങ്കരമായിട്ടും സൈബർ ഇടത്തിൽ അങ്ങേയറ്റം നെഗറ്റീവ് കിട്ടി ഇറങ്ങുന്ന ഒരു വ്യക്തി. അത് അനുമോളാകാനുള്ള സാധ്യത ഇപ്പം തുടങ്ങി വരികയാണ്. അതിൻ്റെ ആവശ്യമില്ല. വളരെ സ്ട്രോങ് ആയിട്ട് മത്സരം കളിക്കുന്ന, വ്യക്തമായിട്ട് ഓരോ ആർഗ്യുമെന്റ്സും എല്ലാവരുടെ അടുത്തും വന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ. പക്ഷേ ഒരു പ്രശ്നം അനുമോളുടെ അടുത്ത് എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ, ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്, ലാലേട്ടനോട് സംസാരിക്കുമ്പോൾ അനുമോൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നൊരു പരാതി എന്തായാലും ഉണ്ട്. അത് ഈ ഒരു എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് നോക്കാം, നിങ്ങളും അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ നടന്ന ഈ സംഭവത്തും ഈ സംസാരത്തിൻ്റെ ഒരു പ്രധാന കാരണം നെവിനും ഷൈത്തയും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഷാനവാസും കയറി വരുന്നുണ്ട്. പക്ഷെ ഇവർ മൂന്നുപേരും കൂടെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അബിയും ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ജിസേലിനെ വെറുതെ വിട് എന്ന്. അപ്പോഴാണ് അനുമോൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ബിഗ് ബോസിനകത്ത് കറക്റ്റായിട്ട് മത്സരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ. കാരണം എല്ലാവരും നോക്കിക്കാണുന്ന ഒരു സൂപ്പർ ഫിഗർ തന്നെയാണ്. നല്ല ഒരു പബ്ലിസിറ്റി കിട്ടാൻ പറ്റുന്ന ഒരു വ്യക്തി. ഈവൻ നമ്മുടെ സരിക വരെ ഒരിത്തിരി ചൂടങ്ങാണ്ട് വന്നപ്പോഴത്തേക്കും ഉടുപ്പ് തുണി വെച്ചങ്ങാണ്ട് പൊക്കാൻ നേരത്ത് ജിസേലിൻ്റെ വയറ് കാണുന്നുണ്ട്. അപ്പോൾ ആ സൗന്ദര്യമുള്ള വയറിൽ ചൂട് തട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നൂറ ആദില കപ്പിൾസിൻ്റെ ഇടയിൽ പോലും ആദില നൂറയോട് തമാശ രൂപേണ ഒന്ന് അടി കൂടുന്നുണ്ട്. നിനക്കെന്താ ജിസേലിനോട് ഇത്ര കൂട്ട്, ഞാൻ ഫേവറേറ്റ് അല്ലേ, ബേബിയുടെ ഫേവറേറ്റ് ഞാനല്ലേ എന്ന് ആദില പരിഭവം പറയുന്നുണ്ട്. നൂറയ്ക്ക് ജിസേലിനെ നല്ലൊരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ ഇഷ്ടമാണ് എന്ന് നൂറയും പറയുന്നുണ്ട്. അതേപോലെ ശൈത്യയും അനുമോളും ഒരു ദിവസം സംസാരിക്കുന്നതിനിടയിൽ മറ്റേ ജിസേലിന് ആ ഒരു ബാഡ്ജ് കിട്ടിയ സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം, ആണുങ്ങളുടെ മുഖത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം, അവൻ ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് അനുമോൾ പറയുമ്പോൾ ശൈത്യ അത് സന്തോഷം കാണുമല്ലോ, അത് മറ്റേ അവള് ഇടുന്ന ഇങ്ങനെ ഈ രീതിയിൽ കുത്തിപ്പറഞ്ഞു ശൈത്യ. ഉദ്ദേശം വേറൊന്നുമല്ല, ആ ഉദ്ദേശിച്ച രീതി എന്ന് പറയുന്നത്, ഇപ്പം ഈ പറയുന്ന ബാഡ്ജ് കിട്ടിയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ജിസേൽ കൊണ്ടുവന്ന മോഡേൺ ഡ്രസ്സൊക്കെ ഇടാം, അപ്പം നല്ലൊരു ഷോ ആയിരിക്കുമല്ലോ, ഒരുമാതിരി ഒന്ന് ആക്കി പറഞ്ഞതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ശൈത്യയും അനുമോളും തമ്മിലുള്ള ജിസേലിനെ കുറിച്ചുള്ള ഈ ഒരു സംഭാഷണം ലാലേട്ടൻ വരുമ്പോൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അനുമോൾക്കും ശൈത്യക്കും നല്ല ഒരു ഹേറ്റ് ബിഗ് ബോസ് വീട്ടിനകത്തുണ്ടാകും, അത് ഉറപ്പാണ്. അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നറിയില്ല. അതൊരു റേറ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. കാരണം ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള എല്ലാ ആണുങ്ങളെയും അബിയെ ഒഴിച്ച് ബാക്കി എല്ലാ ആണുങ്ങളെയും അനുമോളും ശൈത്യയും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉന്നിയിൽ ഇടയ്ക്കിടയ്ക്ക് ജിസേലിൻ്റെ അടുത്ത് ഓരോ നമ്പർ ഇറക്കുന്നതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം
ജിസേലിൻ്റെ ഡ്രസ്സ് സൂപ്പറാണ് കേട്ടോ എന്നൊക്കെ പറയുകയും ജിസേൽ എന്ത് പറഞ്ഞാലും ഒനിയിൽ കേട്ടോണ്ടിരിക്കുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അത്തരത്തിലുള്ളൊരു വൾഗർ ലെവലിലേക്ക് നമുക്ക് നമ്മുടെ ഒരു ടോപ്പിക്ക് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അത് അവിടെ അഡ്രസ്സ് ചെയ്യാത്തത്. കാരണം ഒരുപാട് കാര്യങ്ങൾ അനീഷും അതുപോലെ അപ്പാനിയും ശരത്തും അപ്പാനിയും അക്ബറും ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്നാണ് കരുതിയത്. പക്ഷെ ശൈത്യയും അനുമോളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ലൈവിൽ ഭയങ്കര ഡ്യൂറേഷനിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതിലൊരു ചെറിയൊരു പാർട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അനുമോളാണോ ജിസേലാണോ ഏറ്റവും സൂപ്പർ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കളിക്കുന്നത്, റൂളൊന്നും ബ്രേക്ക് ചെയ്യാതെ കളിക്കുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾ അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചും വരാം. ബൈ.